യുദ്ധത്തിൻ്റെ 18 ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലോകം മുഴുവനും ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും, എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചത് ട്രംപിൻ്റെ സഖ്യത്തിലെ തീവ്രവാദ വിരുദ്ധ സെൻറ്ററിൻ്റെ ഡയറക്ടറായ ജോസഫ് കെൻറ്റ് പെട്ടെന്ന് രാജിവെച്ചു എന്ന വാർത്ത വന്നതാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ജോസഫ് കെൻറ്റ് പറഞ്ഞതാണ്. അതിനെതിരെ ട്രംപ് പ്രതികരിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ആഗോള മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്തിനാണ് ജോസഫ് കെൻറ്റ് രാജിവെച്ചത്? അദ്ദേഹം പറയുന്നത് ഇറാനുമേൽ ഇങ്ങനെ ഒരു യുദ്ധം കെട്ടിച്ചമച്ചതാണ്, ഇസ്രയേൽ നിർബന്ധിച്ച് അമേരിക്കയെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇതുപോലെ ഇസ്രയേൽ നിർബന്ധിച്ചൊരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിച്ചു, ഇറാഖിന് മേലൊരു യുദ്ധം. എന്നിട്ട് ആയിരക്കണക്കിന് പട്ടാളക്കാർ, അവരുടെ വിധവകൾ, അനാഥരായിപ്പോയി അവരുടെ കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കഥ നമ്മളൊന്നറിയണമെന്ന് പറഞ്ഞു ജോസഫ് കെൻറ്റ് രാജിവെച്ചിരിക്കുകയാണ്. ഈ രംഗത്ത് ഈ ഒരു തസ്തികയിൽ തുടരാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഓവൽ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ജോസഫ് കെൻറ്റിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നതാണ് നമ്മളിന്ന് കണ്ടത്. അദ്ദേഹം പറയുന്നു, വളരെ വീക്കായിട്ടുള്ള ദുർബലമായ സെക്യൂരിറ്റിയാണ് ജോസഫ് കെൻറ്റ് രാജ്യത്തിന് പ്രദാനം ചെയ്തത്, നന്നായി അദ്ദേഹം രാജിവെച്ച് പോയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഫോക്കസ് ഹോർമൂസ് കടലിടുക്കിലേക്ക് മാറിയല്ലോ. ഈ സമയത്ത് നാറ്റോ രാജ്യങ്ങൾ പലതും വളരെ വ്യക്തമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അങ്ങോട്ട് കപ്പലുകൾ അയപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുകയും അവർ കുറേ നേരം സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ UAE മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അകാരണമായിട്ടുള്ള ഈ ഒരു ആക്രമണത്തെ ശക്തമായി നരേന്ദ്രമോദി അപലപിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഇന്നലെ രാത്രി വൈകി നമ്മൾ അറിയുന്നു, അബുദാബിയിലെ ഷാ എയർഫീൽഡിൽ ആക്രമണം നടന്നു, അവിടെ തീ കത്തുകയാണ് എന്നുള്ള കാര്യം, ഒരു എണ്ണക്കിണറുമായി ബന്ധപ്പെട്ട വാർത്ത. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. എവിടെയാണ് ഈ ഷാ ഓയിൽ ഫീൽഡ് എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും ഞങ്ങളോട് ചോദിക്കുമ്പോൾ, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കുന്ന റബ്ബൽ ഖാലി എന്ന് പറയുന്ന MT ക്വാർട്ടർ, UAEയുടെയും യമൻ്റെയും സൗദി അറേബ്യയുടെയും ഒമാൻ്റെയും ഇടയ്ക്കുള്ള അതിവിശാലമായിട്ടുള്ള മരുഭൂപ്രദേശം, ഏതാണ്ട് അതിനോടൊക്കെ ചേർന്ന് അവിടെ ഇഷ്ടം പോലെ എണ്ണ സമ്പത്തുള്ള പ്രദേശമെന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. ലിവ റീജിയൻ്റെ ഭാഗമായിട്ട് അബുദാബി സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 230 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ഈ പറയപ്പെടുന്ന ഷാ ഓയിൽ ഫീൽഡിൻ്റെ കേന്ദ്രം. അവിടെയാണ് ഇന്നലെ രാത്രി വൈകിട്ട് ആക്രമണം നടന്നതും ഇന്നിപ്പോൾ ഒരു പരിക്കും ഒരാൾക്കുമില്ല എന്ന രൂപത്തിൽ ശുഭകരമായ വാർത്ത വരികയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തേക്ക് കപ്പലിനെ അയക്കണമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് UK. പക്ഷേ ഈ UK ഗൾഫ് മേഖലയിലേക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈഫൂൺ ജെറ്റുകൾ വെച്ചുകൊണ്ട്, F-35 വിമാനങ്ങൾ വെച്ചുകൊണ്ട് ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖല മൊത്തത്തിൽ, മിഡിൽ ഈസ്റ്റിലെ മറ്റു ചില രാജ്യങ്ങളിലും ഈ നിരീക്ഷണം നടക്കുകയാണ്. പ്രത്യേകിച്ച് UAEക്ക് മേലും അങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനം, ഒരു കവചം ഒരുക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളെയും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഡ്രോണുകളെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലൂടെ നിരീക്ഷണം മുന്നോട്ട് പോകുന്നു എന്ന അറിയിപ്പ് ഇന്നും വരികയാണ്. എമിറേറ്റ്സ് എയർലൈൻസ് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് നൽകുന്നത്, ഈ യാത്ര മാറ്റിവെക്കേണ്ടി വന്ന ആളുകൾ ധാരാളമുണ്ടല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്. അവർക്ക് മെയ് 31 വരെ യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റിൻ്റെ ഡേറ്റ് മാറ്റിക്കൊണ്ടൊക്കെ പോകാൻ പറ്റും. അതിന് വേറെ കാശ് ചിലവില്ലാത്ത വിധം ഉള്ള സജ്ജീകരണമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും വേണ്ട, യാത്ര പോകുന്നില്ല എന്നാണെങ്കിൽ ടിക്കറ്റ് റീഫണ്ട് ഫുൾ കാശും തരും എന്ന രൂപത്തിലും അറിയിപ്പ് എമിറേറ്റ്സ് നൽകുകയാണ്. UAE ഇന്ന് 10 ബാലിസ്റ്റിക് മിസൈലുകളെയും 45 ഡ്രോണുകളെയും നിർവീര്യമാക്കി. ഇന്ന് പലവട്ടം അലർട്ടുകൾ നമ്മുടെ ഫോണിലൊക്കെ വന്നതാണ്. ഏതായാലും ഈ വലിയ എന്തെങ്കിലും ഇത്തരം അസ്വാഭാവിക സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് കൃത്യമായി ഓരോരുത്തർക്കും ഈ അലർട്ട് നൽകാനുള്ള സംവിധാനം സമഗ്രമായി UAE പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ആ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയും വേണം. പിന്നെ 10-15 മിനിറ്റ് കഴിയുമ്പോൾ റഡാറുകളിൽ അതിനെ തടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം നിരീക്ഷിച്ചുകൊണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയും പിന്നീട് അത് കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശം വരികയും ചെയ്യുന്നൊരു കീഴ്വഴക്കം ഫെബ്രുവരി 28 രാത്രി മുതൽ നമ്മൾ അറിയുന്നതാണ്. ആ സംവിധാനം സമഗ്രമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഫുജിറയിൽ ഒരു ആക്രമണത്തിൻ്റെ കാര്യം നമ്മളൊന്ന് വാർത്ത അറിഞ്ഞതാണ്.
അവിടെ നുഴഞ്ഞു കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാൾ കയറുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന വാർത്തയും വരികയാണ്. ഇത്തരം ഫോട്ടോ എടുക്കാൻ പോകുന്നത്, പ്രചരിപ്പിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ UAEയുടെ പ്രഖ്യാപിതമായ നയം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർസെപ്റ്റിംഗ് ഇൻസിഡൻറ്റ് നമ്മൾ കാണുന്നു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയോ അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ പോലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും സോഷ്യൽ മീഡിയകളിലൊന്നും ഇടരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒരു മെസ്സേജിലോ ഒരു കോളിലോ അതുവഴി പുറത്തു പോകരുത്, ലീക്കാകരുത് എന്നുള്ളത് കൊണ്ടാണ്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും രാജ്യത്തിൻ്റെ സുരക്ഷയിൽ നമുക്കും ഉത്തരവാദിത്തമുണ്ട്, ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റണം എന്ന അർത്ഥത്തിലുമാണ് ഇക്കാര്യം പറയുന്നതെന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ ഉത്തരവാദിത്ത ബോധമുള്ളവരായി മാറണമെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിനിടയിലും ചില ആളുകൾ തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും മെസ്സേജ് വന്നു പല ഭാഗത്തു നിന്നും. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജാണ്, ഇത് പരിശോധിച്ചിട്ട് നിങ്ങൾ മറുപടി നൽകണം, പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാങ്കിങ് സംബന്ധമായതോ മറ്റെന്തെങ്കിലും സുരക്ഷാ കാര്യങ്ങളൊക്കെ അടക്കം ചെയ്തതുമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി, അതിനെ മോഷ്ടിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ കെണിയിൽ പെട്ടുപോകാതിരിക്കുക, ചൂഷണത്തിന് വിധേയമാകാതിരിക്കുക, ബാങ്കിൽ എന്തെങ്കിലും കാശുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചുകൊണ്ട് പോകാനുള്ള വിദ്യയുമായിട്ടാണ് ഇങ്ങനെ ചില കപടന്മാർ വരുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെതാണ് ഈ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സന്ദേശങ്ങളെ സംശയിക്കാൻ ശീലിക്കുക എന്ന കാര്യം ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളവേ ഇസ്രയേൽ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം ഇറാൻ്റെ സെക്യൂരിറ്റി മേധാവി അലി ലരിജാനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത, അതൊരു വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നോ നാളെയോ ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന കാര്യം ഇറാൻ പറയുമെന്ന് വിചാരിക്കുകയാണ്. യുദ്ധത്തിനിടയിൽ തുർക്കി മുന്നോട്ട് വയ്ക്കുന്നൊരു ആശങ്കയുണ്ട്, ലോകത്ത് മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആശങ്കയാണ്. ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമായി ഇത് എപ്പോൾ അവസാനിച്ചാലും ഈ അഭയാർത്ഥികളുടെ പ്രവാഹമുണ്ടാകും എന്ന കാര്യമാണ് തുർക്കി സൂചിപ്പിക്കുന്നത്. ലെബനോണിൽ നിന്ന് 1 മില്യണിലധികം ആളുകൾ ആ സ്ഥലം മാറിപ്പോവേണ്ടി വരുന്ന രംഗം, ഇറാനിൽ നിന്ന് ഭാവിയിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം, ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടിയിട്ട് മേഖലയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ തേടിയും ജീവിതം തേടിയും ആളുകൾക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഏതായാലും അത്തരമൊരു സംഭവവികാസം ഉണ്ടായാൽ അഭയാർത്ഥി പ്രവാഹത്തെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കൂടി ചിന്തിക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്നാണ് തുർക്കി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടോ ആരെങ്കിലും യുദ്ധത്തിൽ ക്ഷയിക്കുകയോ വിജയിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് അവസാനിച്ചേക്കാം. പക്ഷേ അവസാനിച്ച ശേഷവും ചിലയിടങ്ങളിലൊരു മാനസികമായ യുദ്ധം നേരിടേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ അനന്തരഫലമായി എല്ലായിടത്തും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അത് 80കളുടെ തുടക്കത്തിലെ ഇറാൻ ഇറാഖ് യുദ്ധം വർഷങ്ങൾ നീണ്ടു നിന്നു. പിന്നെ കുവൈറ്റ് യുദ്ധം, ഗൾഫ് വാർ എന്നറിയപ്പെടുന്ന യുദ്ധം നമ്മൾ കണ്ടു. പിന്നീട് പുതിയ നൂറ്റാണ്ട് പിറന്നപ്പോൾ നമ്മൾ ഇറാഖിന് മേലുള്ള ആക്രമണം കണ്ടു, അഫ്ഗാനിസ്ഥാന് മേൽ കണ്ടു, ലിബിയയ്ക്ക് മേൽ കണ്ടു, സിറിയയ്ക്ക് മേൽ. ഇങ്ങനെ പല രാജ്യങ്ങളിലായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന, മിഡിൽ ഈസ്റ്റിലെ പല മേഖലകളിലും കേന്ദ്രീകരിച്ച് കിടക്കുന്ന പല യുദ്ധങ്ങളും കണ്ട സാഹചര്യത്തിൽ ആ യുദ്ധങ്ങൾ അവസാനം എന്ത് നേട്ടം കൊണ്ടുവന്നു എന്നുള്ളത് പരിശോധിക്കാൻ ഓരോ പ്രേക്ഷകരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആത്യന്തികമായി ഒരു നേട്ടവും കിട്ടാത്ത, കുറേ ആളുകളെ അനാഥരാക്കുന്ന, എന്ന് ജോസഫ് കെൻറ്റ് പറഞ്ഞതുപോലെ വരും തലമുറയിലെ ചെറുപ്പക്കാരെ അനാഥരാക്കുന്ന യുദ്ധത്തിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോകുന്നത് എന്തിന്, അതാർക്ക് വേണ്ടി, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് വ്യക്തമാകാത്ത ഒരു സംഹിതയോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചിന്തയായി മാറട്ടെ. യുദ്ധം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം അങ്ങനെ സമീപകാലത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടി വിട്ടു നിന്നുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ചിട്ട് സാധാരണ നിലയിലേക്ക് നമ്മളെല്ലാവരും തിരികെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും ദുബായ് വാർത്തയുടെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Deal Price, India GCC Business Lounge.